മലപ്പുറത്തിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്, സുവ്യക്തമാണ്. പക്ഷെ പാലക്കാടിൻ്റെ മനസ്സിൽ ഇക്കുറി എന്താണെന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമ്മുടെ ഫലം കാത്തിരിക്കുന്ന ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതിനുത്തരം താങ്കൾക്കുണ്ടോ? താങ്കളുടെ കയ്യിലുണ്ടോ? മനസ്സിലുണ്ടോ? പാലക്കാട് ജില്ലയിലെ മണ്ഡലങ്ങൾ പൊതുവെ ഇടതുപക്ഷത്തിൻ്റെ വേരോട്ടമുള്ള, നല്ല രീതിയിൽ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ ഒരു അട്ടിമറി വിജയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ UDF വലിയ രീതിയിൽ അട്ടിമറിക്ക് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. പാലക്കാട് ജില്ലയിൽ BJP അട്ടിമറിക്കുക, NDA അട്ടിമറിക്കുക എന്നുള്ളതാണ്. NDAക്ക് സ്വാധീനമുള്ള മണ്ഡലം പാലക്കാടാണല്ലോ, പാലക്കാട് മണ്ഡലമാണല്ലോ. ഈ പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് ഏതാണ്ട് 16,000-ഓളം വോട്ടുകൾക്കാണ്. ആ വോട്ട് മറികടന്ന് ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശേഷി ശോഭാ സുരേന്ദ്രന് ഉണ്ടോ? അവസാനം അവിടെ സംഭവിച്ച വിവാദങ്ങളൊക്കെ തന്നെ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. എങ്കിലും അവിടെ ഒരു ഡീല് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു, പലരും ബാധിക്കുന്നു. കാരണം അവിടെ BJP ജയിക്കാൻ വേണ്ടി ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ CPM അവിടെ നിർത്തിയെന്നുള്ള ആരോപണം വളരെ പ്രബലമാണ്. UDF കേന്ദ്രങ്ങൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ഒരു ഉള്ളിലൂടെയുള്ള നീക്കങ്ങളും നടന്നായിട്ട് എനിക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെട്ടില്ല. മാത്രമല്ല ആ ഫീൽഡിലല്ല, സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ ഒരു ഡീല് നടന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു കാരണം കോൺഗ്രസിന് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരുന്നത് മുസ്ലിങ്ങളിൽ നിന്ന്, അവിടുത്തെ മുസ്ലിങ്ങൾ. ഇപ്പം മുസ്ലിം നാമധാരിയായിട്ടുള്ള അല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ട ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ആ വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടുത്തുകയും അതുവഴി BJPക്ക് അവിടെ ഒരു കുതിച്ചുചാട്ടത്തിന്, ഈ 16,000 എക്സീഡ് ചെയ്യുന്ന തരത്തിലൊരു കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയം ലഭിക്കണമെങ്കിൽ NDA സ്ഥാനാർത്ഥിക്ക് പാലക്കാട് കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ലീഡ് ലഭിക്കേണ്ടി വരും. ആ ലീഡ് മറികടക്കാനാണ് മറ്റ് പഞ്ചായത്തുകൾ വഴി കോൺഗ്രസ് ശ്രമിക്കാറുള്ളത്. അത് സാധ്യമാവുകയും ചെയ്യാറുണ്ട്. ഇത്തവണ ഒരു മുസ്ലിം നാമധാരി LDFന്റെ സ്ഥാനാർത്ഥി വന്ന സാഹചര്യത്തിൽ കുറച്ച് വോട്ട് ചിലപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്നവർ, നമുക്ക് കേരളത്തിൽ അങ്ങനെ മുസ്ലിം വോട്ട്, ഹിന്ദു വോട്ട്, ക്രിസ്ത്യൻ വോട്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനൊന്നും കഴിയില്ല. ഒരു ജനങ്ങളിൽ പടരുന്ന ഒരു ചിന്തയ്ക്ക്, ഒരു ബോധത്തിന് അടിസ്ഥാനമായി ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഡീല് എന്ന് പറയുന്ന രീതിയിൽ പാലക്കാട് മാത്രമായിട്ടൊരു ഡീല് സാധ്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നമുക്ക് നേമത്ത് എന്ത് ഡീല് വയ്ക്കും, കഴക്കൂട്ടത്ത് എന്ത് ഡീല് വയ്ക്കും? നോക്കൂ, ഇത് ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ പോലും ഭരണത്തെ സ്വാധീനിക്കുന്ന ഒരു അവസ്ഥയിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും തന്നെ ശരിയല്ല. അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് തങ്ങളുടെ സ്ഥാനാർത്ഥി പരാജയ ഭീതി മാത്രമല്ല, തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഒരു അനുകൂലമായ ഘടകം, ഒരു ഫാക്ട് അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പാലക്കാട് ശക്തമായ മത്സരമാണ്, വലിയ രീതിയിൽ നല്ല മത്സരം നടക്കുന്നു. ശോഭാ സുരേന്ദ്രൻ നന്നായി ഫീൽഡ് ചെയ്തിട്ടുണ്ട്. രമേശ് പിഷാരടിയും അതുപോലെ തന്നെ LDFന്റെ കാൻഡിഡേറ്റും വളരെ നന്നായിട്ട് തന്നെ അവിടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരിക്കലും തന്നെ നമുക്കത് മുൻവിധിയോടുകൂടി ഇതിലൊരു പ്രവചനം ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. നേരത്തെ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ തന്നെ അവിടെ കൃഷ്ണകുമാറും രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മൾ നടന്ന മത്സരത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. നമ്മൾ എല്ലാവരും പറഞ്ഞത് ഏറ്റവും പോയാൽ 1,000 2,000 പരമാവധി പോയാൽ 5,000 വോട്ടിന് ജയിക്കുന്ന സ്ഥാനാർത്ഥി ഏത് മുന്നണിയുടെ ആണെങ്കിലും ജയിക്കൂ എന്നാണ് വിലയിരുത്തിയത്. പക്ഷെ എന്തുണ്ടായി, എണ്ണിയപ്പോൾ അവിടെ വലിയൊരു മാർജിനിലേക്ക് പോയി. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് ഏതാണ്ട് 15-ന് പുറത്ത് 16,000-ഓളം വോട്ടുകൾക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കാത്ത രീതിയിൽ നമ്മുടെയൊക്കെ പിടിവിടുന്ന രീതിയിലുള്ള ഒരു റിയാക്ഷൻ കേരളത്തിൽ സംഭവിക്കും. അത് കാര്യത്തിൽ അത് പാലക്കാടും സംഭവിക്കും, എല്ലായിടങ്ങളിലും സംഭവിക്കും എന്നാണ് എൻ്റെ ശുഭപ്രതീക്ഷ. ഇപ്രാവശ്യത്തെ ഒരു അൺപ്രഡിക്റ്റബിൾ, നമുക്ക് അത്ഭുതം, വിസ്മയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫലം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ. 2024 ലോക്സഭ നമുക്കറിയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രതീക്ഷകൾ ആ രീതിയിൽ വലിയൊരു സ്വീപ്പ് നമ്മൾ ഉദ്ദേശിച്ചില്ലെങ്കിൽ കൂടി UDFന് ഒരു എഡ്ജ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് പൊതുവെ, കാരണം കേന്ദ്രത്തിലെ ഭരണത്തിലെ ഇടതുപക്ഷത്തിന് കാര്യമായ റോളില്ല. അതുപോലെ തന്നെ BJP നരേന്ദ്രമോദി ഗവൺമെന്റിനെ പുറത്താക്കുന്നതിന് വേണ്ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾ ഒറ്റക്കെട്ടായി ബ്ലോക്കായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 24 ആ രീതിയിൽ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ അതിന് അപ്പുറമായി കഴിഞ്ഞ 2025 ലോക്കൽ ബോഡിയിലാണ് നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ മലപ്പുറത്ത് മീറ്റ് ദ പ്രസ് വന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ക്യാമ്പയിൻ്റെ സമയത്ത് ഞാൻ അതിനുശേഷം അദ്ദേഹത്തോട് ചോദിച്ചു എന്തായിരിക്കും സാധ്യത. അപ്പോൾ അദ്ദേഹം ഇത്രേ പറഞ്ഞുള്ളൂ, നമ്മളൊപ്പം പിടിക്കും, നമ്മളൊപ്പം എത്തും. നോക്കൂ റിസൾട്ട് വന്നപ്പോൾ സംഭവിച്ചത്. ഞാൻ ഏറ്റവും കൂടി അത്ഭുതപ്പെട്ട
ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരുന്നു. അതെ. ലോക്കൽ ബോഡിയിൽ പഞ്ചായത്തുകൾ 200ഓളം പഞ്ചായത്തുകൾ UDF അധികമായി ലഭിക്കുക. മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനിലൊക്കെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ തന്നെ UDF എഡ്ജ് വരിക. ജില്ലാ പഞ്ചായത്തിൽ ഏറെക്കുറെ ഒപ്പെത്തുക. ഈ രീതിയിൽ ഉള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാൻ എന്ത് സംഭവിച്ചു, എന്ത് ചേഞ്ച് ഉണ്ടായി ഇവിടെ? കാരണം ഈ കഴിഞ്ഞ അതിന് തൊട്ടു മുമ്പുള്ള ലോക്കൽ ബോഡി ഇലക്ഷനിൽ വലിയൊരു മുന്നേറ്റം LDF ആയിരുന്നു. LDF അംഗങ്ങൾ മുഴുവൻ. അവർ നിരന്തരമായി സമ്പർക്കത്തിൽ, ജനങ്ങളുമായി സമ്പർക്കത്തിലായിരുന്നു. ഇവിടെ ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ ഒരുപാട് അനുകൂല ഘടകങ്ങളെ UDF പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് UDF ഒരു, എനിക്ക് ഉറപ്പുണ്ട് UDF നേതാക്കൾ ഈ ഫലം കണ്ടപ്പോൾ ഞെട്ടിയിട്ടുണ്ടാവും. കാരണം അവർക്ക് പോലും നമുക്കറിയാം ഇപ്പൊ 100 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രകടനം നടത്തുന്ന മീഡിയയ്ക്ക് മുന്നിൽ പറയുന്ന VD സതീശൻ പോലും അന്ന് പറഞ്ഞത് നമ്മളൊപ്പം എത്തും, നമ്മൾ മോശമാവില്ല എന്നാണ്. അതിലും കൂടുതലാണ് 200 ഗ്രാമപഞ്ചായത്തുകൾ അധികം നേടാൻ കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടുതൽ നേടാൻ കഴിഞ്ഞു. മുനിസിപ്പാലിറ്റികൾ കൂടുതൽ വിജയം. മുനിസിപ്പാലിറ്റി കാലത്തും UDF ഒരു മേൽക്കൈ ഉണ്ടാവാറുണ്ട്. അത് വളരെ കൃത്യമായി അവർക്ക് വീണ്ടും ലഭിച്ചു. കോർപ്പറേഷൻ നമുക്കറിയാം, കൊല്ലം കോർപ്പറേഷനൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ജനം ഹൗ ടു ബിഹേവ്, ഹൗ ടു റിയാക്ട്, അത് എല്ലാ പ്രവചനങ്ങൾക്കും അതീതമായിട്ടുള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനൊരു പാഴ്ശ്രമം നടത്തേണ്ട കാര്യം അത് വെറുതെയാണ്. സോഷ്യൽ മീഡിയയിൽ ധാരാളം. അവസാനമായിട്ടൊരു ഇപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നതിൽ നിന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നത് UDF ഭൂരിപക്ഷം നേടും. പക്ഷേ ഭൂരിപക്ഷം നേടിയാലും ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റുമെന്നൊരു സംശയം ഇപ്പോൾ നിൽക്കുകയാണ്. അതായത് UDF ജയിച്ചാലും ഭരണം LDF പോകുമെന്നൊരു സംശയം ഞാൻ ചോദിക്കുകയാണ് അവസാനമായിട്ട്. താങ്കൾക്കൊരു പ്രതീക്ഷ ബാക്കിയുള്ളത്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരടി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അത് പാരടിയായിട്ടും ട്രോളായിട്ടും മാധ്യമങ്ങളിലൊക്കെ വന്നും തുടങ്ങി. ആരായിരിക്കും മുഖ്യമന്ത്രിമാർ എന്നുള്ള ഒരു സ്വയംവരം ഇനി നടക്കുമ്പോൾ അവിടെ ഒരു അടികലസൽ യുദ്ധം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഭൈമി കാമുകന്മാർ ഒരുപാടാണ്. അവർ തമ്മിൽ എല്ലാവർക്കും ഈ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് ദമയന്തിയെ കിട്ടണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു യുദ്ധം നടക്കാനുള്ള എല്ലാവിധ സാധ്യതകളും തെളിഞ്ഞു വരുന്നില്ലേ? ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു എന്തിലേക്കാണ് തിരിഞ്ഞു പോവുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കർണാടകത്തിൽ ഇപ്പോഴും അടി തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അവിടെ അച്ചടക്കമുള്ളവനാണ് DK ശിവകുമാർ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാർ DK ശിവകുമാർമാരല്ല, അത്ര ഡിപ്ലോമസി ഉള്ളവരല്ല എന്നുള്ളൊരു കാര്യം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ വീണ്ടും ഒരു കോൺഗ്രസ്സിലൊരു വിഭജനം ഉണ്ടായിട്ട് ഒരു വിഭാഗം CPM പിന്തുണച്ചാൽ വീണ്ടും CPM അധികാരം വന്നാൽ അത് സ്വീകരിക്കുമോ? CPM എങ്ങനെ സ്വീകരിക്കും? വേണ്ടെന്ന് വെക്കുമോ വേണമെന്ന് വെക്കുമോ? ഇത് വളരെ എങ്ങനെയായിരിക്കും പത്രപ്രവർത്തനം എന്നുള്ളത്? വളരെ സങ്കീർണമാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞതിനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ പറയട്ടെ, ഞാനൊരു LDF പരാജയം മുൻകൂട്ടി കാണുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിലും LDF ഫീൽഡ് ചെയ്ത സ്ഥാനാർത്ഥികൾ 99 പേരും ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം സിറ്റിംഗ് MLA-മാരാണ്. ഈ സിറ്റിംഗ് MLA-മാർ മണ്ഡലത്തിൽ വളരെ സജീവമാണ്. സിറ്റിംഗ് MLA-മാർ കുഴപ്പമില്ല, പക്ഷേ സിറ്റിംഗ് മന്ത്രിമാരെ പറ്റി ജനങ്ങൾക്ക് അതെ, അതിലിപ്പോൾ ഒരു 6 പേരെങ്കിലും പരാജയപ്പെടുമെന്നുള്ളത്. അതെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷെ അതേസമയം UDF സാധ്യതയും ഇവിടെ മങ്ങിയിട്ടില്ല. ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഒരു തിരിച്ചുവരവിന് അവർ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് അറിയാലോ, ഈ നേതാക്കന്മാരുടെ വാക്കുകൾ അത് അത്രമാത്രം ഷാർപ്പായി, അത് പിണറായി വിജയൻ ആയിക്കോട്ടെ, VD സതീശനായിക്കോട്ടെ, രാജീവ് ചന്ദ്രശേഖരൻ ആയിക്കോട്ടെ, എല്ലാവരും വളരെ വളരെ കോൺഫിഡൻ്റ് ആയ രീതിയിൽ എതിരാളികളെ കടന്നാക്രമിക്കുന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തായിരിക്കും ജനം അനുകൂലമായി രേഖപ്പെടുത്തുക, ആർക്കൊപ്പമായിരിക്കും ജനം എന്നുള്ളത് പറയാൻ കഴിയില്ല. നേരത്തെ ചോദിച്ച പോലെ അഥവാ UDF ഒരു ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനം അവരെ സംബന്ധിച്ചുള്ള ഒരു കീറാമുട്ടിയായി മാറാൻ സാഹചര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തും. രാഷ്ട്രീയമാണ്. സാധ്യതകൾ എനിക്ക് തോന്നുന്നു ഉപയോഗപ്പെടുത്താതിരിക്കാനുള്ള ഒരു അവസ്ഥയും ഇന്ന് ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെ ദേശീയ നമുക്ക് ആ ഒരു നോട്ടിൽ നമ്മുടെ സമയം കഴിഞ്ഞത് പോയും താങ്കൾക്ക് സമയം അവശേഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.